ഹലോ ഗൈസ്, ഈ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുമോയെന്ന് അറിയില്ല. അഥവാ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. വെൽക്കം ടു റാൻഡം ഡേയ്സ് ഓഫ് മൈ ലൈഫ് പാർട്ട് 1. അപ്പോൾ കണ്ടോ, 8 മണിക്ക് അലാറം അടിച്ചിട്ട് ഞാൻ എണീച്ചിട്ട് പോലും ഇല്ല. ഇത് ഞാൻ ജസ്റ്റ് അമ്മേനോട് ഒന്ന് രാവിലത്തെ ഒരു ഫുട്ടേജ് എടുക്കാൻ പറഞ്ഞതാ. ഞാനിതാ അറിയുന്ന പോലുമില്ല. സാധനം എങ്ങനെയല്ലോ എണീച്ചിട്ടുണ്ട്. എണീച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് കുറേ സമയം ഇരിക്കണം. അത് മിക്കവാറും എനക്കറിയുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഈ പറയാൻ പോകുന്ന കാര്യം പലർക്കും റിലേറ്റ് ആയിരിക്കും. ഭക്ഷണമായി മറ്റേ വന്ന് വിളിച്ച് ഇവിടെ വന്നിരുന്ന് ഭക്ഷണം വന്നില്ല. ഭക്ഷണം ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരിക. അതെല്ലാവർക്കും സംഭവിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കി കഴിക്കുന്നത് അതൊരു നിർബന്ധ. ഭക്ഷണം വന്നിട്ടുണ്ട്. ഇത് അമ്മേൻ്റെ പുതിയൊരു ക്രിയേഷനാണ്, മസാല ഉപ്മാവ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പോൾ അത് ChatGPT വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിഞ്ഞ് തീരുമാനമായി വരുമ്പോഴത്തേക്കൊരു സമയമാവും. അത് മനസ്സിലായി വരുന്നുണ്ട്. ഈ ക്ലിപ്പിനൊന്നും പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഇത് ഏത് ദിവസം എടുത്ത ക്ലിപ്പാന്നൊരു ബോധ്യമില്ല. പക്ഷെ ഏതോ ഒരു വൈകുന്നേരം എടുത്ത ക്ലിപ്പാത്. ഇത് ഏതോ ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടി ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓഡിയോ ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം പാട്ട് വെച്ചിട്ട് കോപ്പി റൈറ്റ് കിട്ടിന്നെ പണി കിട്ടും. ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയാലും തൊട്ട് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ലൈഫിൽ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതാണ്. അതെപ്പോൾ മാറിക്കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ നമ്മളെ ചെറിയ ചെറിയ മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തിട്ട് അത് കുറേ കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ തിരിയും നമ്മൾ എന്തെല്ലാം ചെയ്തിനോ എന്തെല്ലാം ചെയ്തിട്ടില്ല. അപ്പോൾ യൂട്യൂബ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഡെക്സ്റ്റർ എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ രാത്രി ഞാൻ സീരീസ് കണ്ട് കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക. വേറൊരു റാൻഡം ഡേ. ഇപ്പം അന്നത്തെ ഫുഡ് ഇഡ്ഡലി സാമ്പാറായിരുന്നു. ഇപ്പോൾ ഈ ക്ലിപ്പിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ ഫുഡ് വ്ളോഗ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഫുഡ് വ്ളോഗർ മാറാൻ സമ്മതിക്കണം. കാരണം ഇതൊരു ഈസി ടാസ്ക് അല്ല. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ റാൻഡം ഡേ. അപ്പോൾ ഇന്നും പിന്നെയും നമ്മൾ എങ്ങോട്ടോ പോകുന്നതാണ്. അപ്പോൾ പിന്നെയും എങ്ങോട്ടാന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട്
പോകുന്നിടത്ത് വരെ അങ്ങ് പോവുക. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രൈപോഡ് വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്തതാണ്. ഇത് ആമസോണിനാണ് വാങ്ങിയത്. ആമസോൺ ബേസിക്സ് ട്രൈപോഡ്. അപ്പോൾ നൈസ് സാധനമാണ്. കുറച്ച് പൈസയേ ഉള്ളൂ. നൈസ് ട്രൈപോഡാണ്. ഇപ്പം ഞാനും അമ്മയും കൂടി ഒന്ന് ട്രൈപോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അപ്പം നൈസ് സാധനമാണ് ഞാൻ പറഞ്ഞാൽ. അപ്പം മാത്രമല്ല, ഞാൻ ഇനി മുതൽ മേലെ നിന്നായിരിക്കും വീഡിയോ ഷൂട്ട്. ഇവിടെ നല്ല സൺലൈറ്റ് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ എല്ലാ വീഡിയോസും ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ. വ്ളോഗ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനാണെങ്കിൽ, ഫൈനൽ നോട്ടായിട്ട് ഒരു കാര്യം പറയാനാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മുന്നിലേക്ക് പല അൺപ്ലാൻഡ് പരിപാടിയും വരും. അപ്പം ഈ വ്ളോഗിൽ കണ്ട പകുതി പരിപാടിയും അൺപ്ലാൻഡാണ്. അല്ലാണ്ട് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ വീഡിയോ എടുക്കണമെന്ന് മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അല്ലാണ്ട് വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ പോയ സ്ഥലമൊന്നും ഇന്ന് ഈ സ്ഥലത്ത് പോവാ, അന്ന സ്ഥലത്ത് പോവാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയല്ല. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ എൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള സേ യെസ് ടു അൺപ്ലാൻഡ് ട്രിപ്സ്. അപ്പോൾ അതിലാണ് ഏറ്റവും എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ ഏറ്റവും രസം ഉണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം ഫ്രണ്ട്സിൻ്റെ കൂടി എൻജോയ് ചെയ്യുക. നല്ല ഫ്രണ്ട്സിൻ്റെ കൂടി. നല്ല ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതാണ് മൈ നെക്സ്റ്റ് വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.